ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിന്റെ തീരുമാനം? അവന് അമ്മൂനെ കല്യാണം കഴിക്കണം, അതല്ലേ അതിന്റെ ശരി. അതുമല്ല, ഞാൻ അമ്മൂന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. ഇല്ല, ഞാനവിടെ പോയി കൊടുത്തത് എന്താ? ചാക്കോ? ഇവൻ മാണൂനെ കെട്ടണമെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് എന്താ വില? കൊട്ടാരം വീട്ടുകാർ വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. ഞങ്ങൾ ചെമ്പകശ്ശേരിക്കാർ ഒട്ടും തെറ്റിക്കില്ല. ഓ, ഒരു ചെമ്പകശ്ശേരിക്കാര് കൊട്ടാരം വീട്ടുകാരുടെ വാലെ കെട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ട് തലയ്ക്ക് സൗകര്യം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. അയ്യോ, അനിയമ്മാവിടെ ആൾക്കാരാ. കൊച്ചുമുതലാളി പേടിക്കണ്ട, ഇത് ഞങ്ങളാ. അനിയമ്പാവ മുതലാളി അയച്ചതാ. കൊച്ചുമുതലാളി സുരക്ഷിതരായി കല്യാണപ്പന്തലിൽ എത്തിക്കാൻ വന്നതാ ഞങ്ങള്. ആഹാ, അതാണല്ലേ ഉദ്ദേശം? അത് നടക്കില്ല. വേണ്ട, നടക്കണ്ട, ഞങ്ങൾ കാറെ കൊണ്ടുപോകോളാം. അത് നമുക്ക് കാണാം. കൊച്ചുമുതലാളിയെ ചേട്ടൻപാവനെടുത്ത് ഞങ്ങൾ എത്തിക്കും. എന്നാ കാണാനുള്ളവർ കണ്ടോ, അനിയമ്പാവ കെട്ടിയ പന്തലില് കല്യാണത്തിന് കൊച്ചു മുതലാളി ഉണ്ടാവും. ഇരിക്കുന്നതാ നിങ്ങൾ എന്താടാ ഇതൊക്കെ? ആരാടാ അവന്മാര്? അവരെ പെണ്ണിന്റെ ആൾക്കാരാ. ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇനി ഒരു നാദസ്വരത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. എന്റെ പ്രേമേന്ദ്രൻ പോയേ. എന്താ പ്രേമേന്ദ്ര കഥ എന്താ? അയ്യോ, അവൻ ചാകാൻ പോണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി കഥ കടച്ചു. കയ്യിൽ വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ശബ്ദം കേൾക്കില്ല. വാതിൽ ചവിട്ടി പൊളിക്കടാ. അതിന് നീ വേണ്ട, ഞങ്ങളുണ്ട്. നിങ്ങളും വാടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. ചവിട്ടി പൊളിക്കടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. അങ്ങോട്ട് കയറി എന്നല്ല പറഞ്ഞു. കൊച്ചുമുതലാളി. പാരട്ട് കിളവന്മാരെ എവിടെവൻ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെന്തിനാ നിങ്ങൾ വിളിച്ചു പോയത്? ഇത് ഞങ്ങളുടെ വിടാ. ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചു പോവും. അങ്ങനെ വിളിച്ചു പോവാനൊന്നും നോക്കണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കും. അച്ഛൻ വിഷമിക്കണ്ട. അവന്മാർ അവനെ പൊക്കാനൊന്നും പോണില്ല. അവനെ ഞങ്ങൾ പൊക്കും. അത് കൊള്ളാം. തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറയുന്നത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ എന്താ കാര്യം? നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വേണ്ടി 2 കല്യാണ പന്തൽ അവിടെ ഒരുങ്ങി കിടക്കുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു പന്തൽ നീ ചെന്നേ പറ്റൂ. വാ, വന്ന് വണ്ടി കയറേ. അനിയമ്പാവയും ചേട്ടമ്പാവയും കൂടി തമ്മിത്തല്ലെന്ന് കാണാൻ വേണ്ടിട്ടില്ലേ? ആ മോഹം നടക്കാൻ പോകുന്നില്ല. 2 പന്തലിലേക്ക് ഞാൻ വരില്ല. എന്റെ പേരിൽ ഇവിടെ ആരും തമ്മിത്തല്ലാൻ പോകുന്നില്ല. നീ വരൂലേ? വന്നില്ലെങ്കിലേ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് അറിയാടാ. ഓയ് വണ്ടി കയറാം. അടുത്ത് ചുരുട്ടടാ. അങ്ങനെ എന്തെങ്കിലും പറ്റി അവിടെ പോയി പിടി. ഓടാ, പോയി അടിക്കടാ. ചുരുട്ടി കേട്ടടാ. എന്താടാ പറഞ്ഞേ? അവനെ കാണാനില്ലെന്താ? അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാ? എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓടെല്ലാം അച്ഛാ,
അച്ഛൻ ഇനിയും വാശി പിടിക്കരുത്. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട. ചെറിയച്ഛന്റെ ആഗ്രഹം പോലെ മാളുവിന്റെ കല്യാണം നടന്നോട്ടെ. എനിക്ക് കല്യാണം കുടുംബം ഒന്നും വേണ്ട. എന്റെ അച്ഛൻ മാത്രം മതി. മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ ഇതിനൊക്കെ ഇറങ്ങിയത്. ഇനി മോളായിട്ട് അച്ഛനെ തോപ്പിക്കരുത്. നിന്റെ കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒരു പീറ ചരക്കിനെ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടുത്തെ ഉണ്ടകളാടാ തേണ്ടികളെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവനെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. അളിയൻ വിഷമിക്കണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവൻ ഇവിടെ എത്തിക്കും. അതുവരെ അവൻ എവിടെയുണ്ടെന്ന് ഒരുത്തനും പിടികിട്ടില്ല. ഉറപ്പാണല്ല? അളിയനോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇപ്പോഴാടാ ശരിക്കും നിങ്ങ എന്റെ അളിയന്മാരായത്. എടാ, അവനിതുവരെ പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ലടോ. അതേതിന് കണ്ടു? ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ. ആരെ? ഈ എന്നെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അതെ അതെ, അങ്ങനെ ഇങ്ങനെയൊന്നും മുതലാളി നിയന്ത്രണം വിടൂല. അതെ, പക്ഷേ ഇവിടെ ഞാൻ ഇത്തിരി നിയന്ത്രണം വിടും. പറ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനിയമ്പാവയുടെ പന്തലിലേക്ക് ചെല്ലും. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ്. അതേ സമയത്ത് ഞാൻ ചേട്ടമ്പാവയുടെ പന്തലിൽ ചെല്ലുന്നു. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഒന്നും മിണ്ടാതിരടാ പുല്ലേ. അവന്റെ ഒരു അമ്മു. അനിയമ്പാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടമ്പാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും, അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. ആ ബഹളത്തിനിടയിൽ ചേട്ടമ്പാവ കുത്തുകൊണ്ട് വീഴണം. വല്യമ്മാവനെ കുത്തി വീഴ്ത്തിയേ. അതോ പിന്നെ എവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. വാ, ബാക്കി പറ. ചേട്ടൻ ബാബയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കൊള്ളാം, നല്ല അളിയന്മാര്. അളിയന്മാരുണ്ടാണ് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏറ്റടാ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊട്ടാരം വീടിന്റെ മുറ്റത്ത് ചോരപ്പുഴ ഒഴുക്കുന്നു വെല്ലുവിളിച്ചതല്ലേ അവന്മാര്. അത് അവന്മാരുടെ ചോര കൊണ്ട് തന്നെ ആകട്ടെ. പിന്നെ കാര്യം കഴിയുമ്പോ കാല് മാറരുത്. പറഞ്ഞതുപോലെ കൊട്ടാരം വീട് എനിക്ക് തന്നെ തരണം. അതൊക്കെ അതുപോലെ തന്നെ. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലേ ഇവിടുത്തെ രാജാക്കന്മാര്. അപ്പോ ഇന്ന് രാത്രി കാണാം. വാ. പ്രേമേന്ദ്ര, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ? പൊയ്ക്കോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. നിന്നെ കരുവാക്കി വല്യമ്മാവനെ കൊല്ലാനാ അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് ഒരു നിമിഷം പോലും പാഴാക്കരുത്. പൊയ്ക്കോ, പോ. ചെല്ല്. ഇതിലിനി എന്ത് ചതിയാടാ ഉള്ളത്? നീ എന്തൊപ്പിച്ചു വെച്ചിട്ട് എന്നെ ഇപ്പൊ തുറന്നു വിടുന്നത്? പ്രേമേന്ദ്ര, ഈ സമയത്ത് എന്നെ അവിശ്വസിക്കരുത്. എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ള നേരാ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ്. എന്റെ അമ്മാവന്മാരെ കൊലക്ക് കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വെള്ളച്ചേട്ടൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. പോകാം. വാ വാ. വേഗം വാ. കഴിക്കോ. വേങ്കറ് എങ്ങോട്ടേക്കാ? കൊട്ടാരം വീട്ടിലേക്ക്. താന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ? നിന്നെ കാണാൻ അവിടെ ആള് കാത്തു നിൽപ്പുണ്ട്. അയാൾക്ക് നിന്നോട് സംസാരിക്കേണ്ടത്രേ. ചേട്ടാ, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. എല്ലാം കലങ്ങി തെളിയുന്ന ലക്ഷണമുള്ള വേങ്കറ്. വണ്ടി വിടറോ.